ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ടോപ്പിക്കിനെ കുറിച്ചാണ്. മൗത്ത് ക്യാൻസർ. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഓറൽ ക്യാൻസർ. പക്ഷേ ഒരു നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ഏർലി സ്റ്റേജിൽ കണ്ടെത്തിയ ട്രീറ്റ്മെന്റ് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഒരു സിമ്പിൾ മൗത്ത് സെൽഫ് എക്സാമിനേഷൻ നടത്താമെന്ന് നോക്കാം. ഈ പരിശോധന ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനല്ല, പക്ഷേ എന്തെങ്കിലും അബ്നോർമൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. അതിനു മുന്നായിട്ട് ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹു ഈസ് അറ്റ് റിസ്ക്? ആദ്യം റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. താഴെ പറയുന്ന ശീലമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. സ്മോക്കിംഗ്, ടൊബാക്കോ ചൂയിങ്, പാൻ മസാല യൂസേജ്, എക്സസ് ആൽക്കഹോൾ കൺസംഷൻ, പുവർ ഓറൽ ഹൈജീൻ, HPV ഇൻഫെക്ഷൻ. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ മാസത്തിൽ ഒരിക്കൽ സെൽഫ് ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഈ പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ളത് വളരെ സിമ്പിളാണ്. ഒരു കണ്ണാടി ഓർ മിറർ, നല്ല വെളിച്ചം, ഗുഡ് ലൈറ്റിംഗ്, ശുദ്ധമായ കൈകൾ, കഴിയുമെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലൗസ് യൂസ് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ചെക്ക് യുവർ ലിപ്സ്. ആദ്യം നിങ്ങളുടെ ചുണ്ടുകൾ പരിശോധിക്കുക. മുകളിലത്തെയും താഴത്തെയും ചുണ്ടുകൾ പുറത്തേക്കും അകത്തേക്കും തിരിച്ചു നോക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മാറാത്ത പുണ്ണ്, വെളുത്ത പാടുകൾ, ചുവന്ന പാടുകൾ, അസാധാരണമായ സ്വെല്ലിംഗ്. ഇവ 2 ആഴ്ചയ്ക്ക് മുകളിൽ തുടരുകയാണെങ്കിൽ ഡെന്റൽ കൺസൾട്ടേഷൻ ആവശ്യമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ചെക്ക് യുവർ ചീക്സ്. കവിള് പരിശോധിക്കുക. ഒരു വശത്തെ കവിൾ വിരലുകൾ കൊണ്ട് മെല്ലെ വലിച്ച് അകത്തെ ഭാഗം നോക്കുക. പിന്നീട് മറുവശവും പരിശോധിക്കുക. ശ്രദ്ധിക്കേണ്ടത്: വൈറ്റ് പാച്ചസ്, റെഡ് പാച്ചസ്, തിക്കൻഡ് ഏരിയാസ്, നോൺ ഹീലിംഗ് അൾസേഴ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ചെക്ക് യുവർ ഗംസ്. ഇനി മോണ പരിശോധിക്കുക. മുകളിലത്തെയും താഴത്തെയും മോണ നന്നായി ചെക്ക് ചെയ്യുക. ഹെൽത്തി ഗംസ് സാധാരണ പിങ്ക് കളർ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത്: സ്വെല്ലിംഗ്, അൺയൂഷ്വൽ ഗ്രോത്ത്, പെർസിസ്റ്റന്റ് ബ്ലീഡിംഗ്, കളർ ചേഞ്ചസ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ചെക്ക് യുവർ ടങ്. ഇനി നാവ് പരിശോധിക്കുക. നാവ് പുറത്തേക്ക് നീട്ടുക. ആദ്യം മുകളിലെ ഭാഗം നോക്കുക. ശേഷം നാവ് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ച് സൈഡ് സർഫസസ് ചെക്ക് ചെയ്യുക. മൗത്ത് ക്യാൻസർ കൂടുതലായി കാണുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് നാവിന്റെ സൈഡ്. ശ്രദ്ധിക്കേണ്ടത്: വൈറ്റ് പാച്ചസ്, റെഡ് പാച്ചസ്, അൾസേഴ്സ് ഓർ ലംസ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ്, ചെക്ക് അണ്ടർ ദ ടങ്. ഇപ്പോൾ നാവ് ഉയർത്തി താഴെയുള്ള ഭാഗം നോക്കുക. ഈ ഭാഗം പലരും പരിശോധിക്കാറില്ല, എന്നാൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണിത്. നോക്കേണ്ടത്: സ്വെല്ലിംഗ്, കളർ ചേഞ്ചസ്, അൾസേഴ്സ്, അൺയൂഷ്വൽ ഗ്രോത്ത്സ്. ആറാമത്തെ സ്റ്റെപ്പ്, ചെക്ക് ദ റൂഫ് ഓഫ് ദ മൗത്ത്. ഇപ്പോൾ പലേറ്റ് പരിശോധിക്കുക, അഥവാ വായയുടെ മുകൾ ഭാഗം. തല അല്പം പിന്നിലേക്ക് ചായ്ച്ച് നോക്കുക. പ്രത്യേകിച്ച് സ്മോക്കേഴ്സ് ഈ ഭാഗം ശ്രദ്ധിക്കണം. ഏഴാമത്തെ സ്റ്റെപ്പ്, ഫീൽ ഫോർ ലംസ് ഇൻ നെക്ക്. ഇപ്പോൾ കഴുത്ത് പരിശോധിക്കുക. വിരലുകൾ ഉപയോഗിച്ചിട്ട് നെക്കിന്റെ ഇരുവശങ്ങളും മെല്ലെ അമർത്തി നോക്കുക. പെയിൻ ഇല്ലാത്ത ലംസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്വള്ളൻ ലിംഫ് നോഡ്സ് ചിലപ്പോൾ ഒരു വാർണിംഗ് സൈൻ ആകാം. ഇനി എപ്പോഴാണ് ഡെന്റിസ്റ്റിനെ കാണേണ്ടത്? താഴെ പറയുന്ന ഏതെങ്കിലും സിംറ്റംസ് 2 ആഴ്ചയ്ക്ക് മുകളിൽ തുടരുകയാണെങ്കിൽ ഉടൻ ഡെന്റിസ്റ്റിനെ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാം. നോൺ ഹീലിംഗ് അൾസർ, വൈറ്റ് പാച്ച്, റെഡ് പാച്ച്, ലംപ്, പെർസിസ്റ്റന്റ് പെയിൻ, ഡിഫിക്കൽറ്റി ഇൻ സ്വാളോയിങ്, അൺഎക്സ്പ്ലെയിൻഡ് ബ്ലീഡിംഗ്. ഏർലി ഡയഗ്നോസിസ് ക്യാൻ സേവ് ലൈവ്സ്. ഓർമ്മിക്കുക, മൗത്ത് സെൽഫ് എക്സാമിനേഷൻ ഒരു സ്ക്രീനിംഗ് മെത്തേഡ് മാത്രമാണ്. ഇത് പ്രൊഫഷണൽ എക്സാമിനേഷന് പകരാവില്ല. എന്നാൽ മാസത്തിൽ ഒരിക്കൽ വെറും കുറച്ച് മിനിറ്റ് ചെലവഴിച്ച് ഈ പരിശോധന നടത്തുന്നത് നിങ്ങളുടെ ഓറൽ ഹെൽത്ത് സംരക്ഷിക്കാൻ സഹായിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ ഡെന്റൽ ഹെൽത്ത് വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഇൻഫോംഡ്.